ദൈവം തക്ക സമയത്ത് എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. കർത്താവേ, എപ്പോഴേലും എനിക്ക് വിടുതൽ നടന്നാൽ പോരാ, ദൈവത്തിന്റെ സമയത്ത്. ബൈബിളിന്റെ ഭാഷയാ തക്ക സമയം. പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയവൻ തക്ക സമയത്ത് ഉയർത്തേണ്ടത്. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി തക്ക സമയത്ത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വചനമാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. സ്തോത്രം. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. സ്തോത്രം. ദൈവം ചില കാര്യങ്ങൾ തക്ക സമയത്ത് ചെയ്യും, വളരെ വേഗം ചെയ്യാൻ പോകും. ഒത്തിരി പേരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. മുടങ്ങിക്കിടക്കുകയാണ്, തടസ്സമാണ്, നടക്കാൻ ഒരു സാധ്യതയും ഇല്ലെന്നൊക്കെ പറയുന്ന ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് ദൈവം നിങ്ങളോട് പറയുക, ആ മുടങ്ങിക്കിടന്നത്, നടക്കത്തില്ലെന്ന് പറഞ്ഞത്, നടക്കുവാൻ ഒരു സാധ്യതയും ഇല്ലെന്ന് പറഞ്ഞത്, ആ കാര്യം ദൈവം തക്ക സമയത്ത് ശീഘ്രമായി നിന്റെ ലൈഫിൽ ചെയ്തു തരാൻ പോവുക. എഴഞ്ഞഴഞ്ഞ് നീങ്ങിയ ചില വിഷയത്തിന് വേഗത വർദ്ധിക്കാൻ പോകും. നീ തന്നെ മനസ്സുകൊണ്ട് അത് ഉപേക്ഷിച്ചു, ഇനി അത് നടക്കത്തില്ല. അല്ല, അത് വീണ്ടും മുള പൊട്ടാൻ പോവുക, അത് വീണ്ടും വേഗത്തിൽ നടക്കാൻ പോവുക. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ലവലേശമാശങ്ക വേണ്ട, പ്രാർത്ഥനയിൽ നിറഞ്ഞു നിന്ന് ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോകും. സ്തോത്രം. അവൻ തക്ക സമയത്ത്, നിന്റെ സമയത്ത് നടന്നില്ല, എന്റെ സമയത്ത് നടന്നില്ല, പക്ഷെ ദൈവത്തിന്റെ സമയത്ത് അത് നടക്കും. ആരോടോ ദൈവം വിരൽ ചൂണ്ടുക, ഞാൻ തക്ക സമയത്ത്. നീ എഴുതി വെച്ച ആ പ്രാർത്ഥനാ വിഷയം, നിന്റെ മനസ്സിനെ ഏറെ അസ്വസ്ഥപ്പെടുത്തിയ വിഷയം ശീഘ്രമായി നിവർത്തിച്ചു തരാൻ പോകും. ബാക്കി ഒരിക്കൽ കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തടസ്സപ്പെട്ട് കിടക്കുന്ന, മുടങ്ങിക്കിടക്കുന്ന, നടക്കത്തില്ലെന്ന് പറഞ്ഞ ആ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കൈ നീട്ടണം. അത് തക്ക സമയത്ത് ശീഘ്രമായി നടക്കാൻ പോവാന്ന് പറഞ്ഞല്ലോ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. തക്ക സമയത്ത് അത് ശീഘ്രമായി നിന്റെ ജീവിതത്തിൽ നിവർത്തിക്കും. ഒന്നിച്ച് പറയാം, കൈ ഉയർത്തി പറയാം, തക്ക സമയത്ത് ദൈവം അത് ശീഘ്രമായി നിവർത്തിക്കും. God bless you. God bless you.